ശ്രീ പി സരിൻ ടെലിഫോൺ ലൈനിൽ. സരിന്റെ ഉറ്റ സുഹൃത്തു കൂടിയാണ്. ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുജ അതൊക്കെ ഇപ്പോഴും പറയുന്നത്? എന്റെ ഉറ്റ സുഹൃത്ത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തല്ലേ അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനാണോ അത്? അല്ല, നിങ്ങൾ രാഷ്ട്രീയം മാറി, പക്ഷേ ഒരു കാലത്ത് നിങ്ങൾ അടുത്തൊക്കെ പ്രവർത്തിച്ചിരുന്നവരാണല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്, എന്താണ് ഈ കാര്യത്തെ കുറിച്ചൊക്കെ പറയാനുള്ളത്? അത്ര വ്യക്തമായ തെളിവുകളുണ്ടോ? അല്ലല്ല, സരിൻ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അനുജ കൂട്ടിക്കെട്ടുമ്പോ അനുചിതമായ വാക്കുപയോഗിച്ചാൽ അത് പിൻവലിക്കാനുള്ള മര്യാദ ഉണ്ടാകണം. ശരി, താങ്കൾ പറയൂ, ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അയാളെ ഈ പാർട്ടിയുടെ ഏതെങ്കിലും നേതൃത്വ പദവിയിൽ നിന്ന് കൈയൊഴിയുന്നതിലൂടെ പാർട്ടി എന്തോ മഹാ ത്യാഗം ചെയ്യുകയും ഈ നാടിനോട് വലിയ എന്താ പറയാ ഉത്തരവാദിത്ത ബോധം കാണിക്കുകയും ചെയ്യുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അനുജയോട് പറയുന്നത്, ഈ കർണാടകയിൽ ഒരു പ്രജ്വൽ രേവണ്ണ എന്നുള്ള പേര് അനുജയും നമ്മൾ ഓരോരുത്തരും കേട്ട് കാണും. അവിടെയുള്ള ജനതാദൾ എസിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP ആയിരുന്നു അയാൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ, അതായത് 2023 അവസാനവും 24 ആദ്യവുമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരുന്നത്. അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ അന്നത്തെ കോൺഗ്രസ് സർക്കാർ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് അവർ തന്നെ അതിനുവേണ്ടി ഗീർവാണം മുഴക്കിയിരുന്നു. അതായത് പ്രജ്വൽ രേവൺ എന്താ ചെയ്തത്? ഒരു സീരിയൽ സെക്ഷൽ ഒഫൻഡർ എന്നോ സെക്ഷൽ പ്രെഡേറ്റർ എന്നോ വിളിക്കാവുന്ന, ക്ലാസിഫൈ ചെയ്യാവുന്ന മനോവ്യാപാരമുള്ള ഒരു സോഷ്യോപാത്താണ് അയാൾ. അയാൾ എത്രയോ കുട്ടികളെ, ആയിരക്കണക്കിന് പെൺകുട്ടികളെ ശാരീരികമായി ദുരുപയോഗം ചെയ്യുകയും അതിന്റെ വീഡിയോ ചിത്രങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായ കുറ്റത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം പറയുന്ന നടപടിക്രമങ്ങൾ പാലിച്ച് ഇപ്പോഴും ജയിലിലാണ്. കർണാടകയിലെ കോൺഗ്രസ് ചെയ്തു എന്ന് പറയുന്നതും കേരളത്തിലെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിലെയും വൈരുദ്ധ്യം നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഒരു വ്യക്തി ചെയ്ത ക്രൈം മാത്രമല്ല അനുജ ഇത്, അതിന് കൂട്ടുനിന്ന കുറെ ആളുകളുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് അനുജയ്ക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാടിനും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി, 3-4 വർഷങ്ങളായി ഇത് തുടരുന്ന ഒരാളെ ആര് സംരക്ഷിച്ചു? എന്തിനു വേണ്ടി സംരക്ഷിച്ചു? അധികാര സ്ഥാനങ്ങൾ ദുർവിനിയോഗം ചെയ്യപ്പെട്ട്. അല്ല സരൺ, ഇപ്പോൾ ഇതില് ഈ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നേതാക്കൾക്കൊക്കെ മുൻപേ തന്നെ അറിയാമായിരുന്നതാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുമ്പോഴും ഒക്കെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ അറിവുണ്ടായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞു വരുന്നത്. അതാണ് അനുജ കേരള പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതും വിലയിരുത്തേണ്ടതും. എന്തിനു വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ളത് കേരള പൊതുസമൂഹം ചോദ്യം ചെയ്യണം. എന്തിന്റെയൊക്കെ പേരിൽ, ആരുടെയൊക്കെ ആയിരുന്നു ഒത്താശകൾ? അവർ പ്രതിപക്ഷ സ്ഥാനവും അവർക്കുണ്ടായിരുന്ന ആദ്യത്തെ MLA സ്ഥാനവും പിന്നീട് ഉണ്ടായിരുന്ന MP സ്ഥാനവും ദുരുപയോഗം ചെയ്തിരുന്നോ? പാലക്കാടിന്റെ മുൻ MLAക്കും ഇപ്പോഴത്തെ വടകര MP ആയിട്ടുള്ള ആൾക്കും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും ഈ ക്രൈമുകളിലുള്ള കൂട്ടുത്തരവാദിത്തം എന്ത്? കിട്ടിയ പരാതികൾ ഇവരെങ്ങനെയാണ് ഒത്തുതീർപ്പാക്കിയത്? അതിനിവർ വഴിവിട്ട എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് സാധിച്ചെടുത്തത്? കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇതൊക്കെ ചർച്ചയാകേണ്ടുന്നതിന് പകരം ഒരാളുടെ രാജി, അയാളെന്തോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു, മഹാത്യാഗം എന്നുള്ളതൊന്നും അല്ല. പ്രജ്വൽ രേവണ്ണ കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനാൽ കളങ്കിതമതമായി പോയ എത്രയോ നൂറുകണക്കിന് പെൺകുട്ടികൾ അതിന്റെ ഓരോരോ പരാതികളായി പുറത്തു വരുന്നു. ഇത് അറിയാമായിരുന്നിട്ടും ഇതുവരെ പ്രതികരിക്കാതിരുന്നവർ ഇപ്പൊ വലിയ വാളെടുത്ത് വെളിച്ചപ്പാടായി പൊട്ടിത്തെറിക്കുന്നു പാർട്ടിക്കകത്ത്. ആ പാർട്ടി കേരളത്തിലെ ഒരു തെമ്മാടി പാർട്ടിയാണ്. അത്തരത്തിൽ മാത്രമാണ് ഉത്തരവാദിത്തം. അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ സരൺ? ഞാൻ വ്യക്തിപരമായിട്ടോ എന്റെ പ്രസ്ഥാനത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങളുമായിട്ടോ ഉള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തി ഇവിടെ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും തന്നെ. അതെല്ലാം കൃത്യമായും കേരളത്തിന്റെ പാലക്കാടിന്റെ വോട്ടർമാരുടെ മുന്നിലാണ് രാഹുൽ തന്റെ നിരപരാധിത്വം ആദ്യം തെളിയിക്കേണ്ടത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലും ഒരു ആളെ ഇവിടേക്ക് അവതരിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കോൺഗ്രസ് എന്തായിരുന്നു ആ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മുന്നോട്ട് വെച്ചത് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാജി വെക്കേണ്ടതോ വെക്കേണ്ടാത്തതോ ഒക്കെ ആയിട്ടുള്ളതും രാജി ചോദിച്ചു വാങ്ങാൻ അറിയുന്ന പൊതുസമൂഹമാണ് കേരളത്തിന്റെ. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായിട്ടല്ല, കേരളത്തിന്റെ പൊതുസമൂഹം ചോദിച്ചു വാങ്ങും ചില രാജികൾ. അത് കേവലം ഒരു വ്യക്തിയുടെ മാത്രമല്ല, വേറെ ഒരു കൂട്ടം ആളുകളുടേതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം പുഴുക്കുത്തുകളെ ആ പാർട്ടി എത്ര കാലം പേറുന്നു എന്നുള്ളതിനനുസരിച്ച്
കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ശരി, വളരെ നന്ദി ശ്രീ സരിൻ പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.